ഒരു വ്യക്തി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായി. ആ സുന്നി വിരുദ്ധനായ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴും കുറ്റം പറയുന്നു. പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? നമ്മളെ ചില പുത്തൻവാദികളില്ലേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്കാണ് ജുമഅക്ക് നടപ്പാക്കിയത്. ഫസബത്തൽ അംറു അലാ ദാലിക, അങ്ങനെ 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന്. അത് 7ാമത്തെ വയസ്സിൽ ഹബീബ് നബി തങ്ങളെ കൂടെ ഹജ്ജിന് പോയ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. കിതാബുൽ ഉമ്മിൽ ഇമാം ശാഫിഈ തങ്ങളും ഉദ്ധരിച്ചത് കാണാം. അങ്ങനെ സഹാബത്ത് പറയുന്ന 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അതേ സമയത്ത് ഒരു വിവരവുമില്ലാത്ത കേരളത്തിലെ പുത്തൻവാദി മൗലവി ആ 2 ബാങ്ക് കൊടുത്ത നരകത്തിലാണെന്ന് വിധിച്ചു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നരകത്തിലേക്കാണ്, സഹാബത്ത് നരകത്തിലേക്കാണെന്ന് അവൻ വിധിച്ചു. ഈ വിധിക്കുന്നവൻ ചിന്തിക്കുന്നില്ല, ഹബീബ് നബി തങ്ങൾ വളരെ വ്യക്തമായി ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചതാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യഹൂദിയാണെന്ന് പറയുന്ന ഒരു പുത്തൻവാദി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിക്കുന്നു. ബഹുമാനപ്പെട്ടവർക്ക് അവന്റെ വാക്ക് കേട്ടിട്ട് സഹി വന്നില്ല. വലിയ പണക്കാരനാണ്, വലിയ ജനസ്വാധീനമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിനൊരു മകനുണ്ട്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അദ്ദേഹത്തെ ഇങ്ങോട്ട് കാണാൻ ചെന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ചെന്നിട്ടോ മഹാനവറുകൾ എന്താ പറഞ്ഞത്? ഓ മനുഷ്യ, ഞാൻ നിന്നെ സമീപിച്ചത് എന്തിനാണ്? എനിക്ക് നിന്നോടൊരു കല്യാണാന്വേഷണത്തിനാണ്, ഒരു വിവാഹാന്വേഷണത്തിനാണ്. നിനക്ക് നല്ല തന്റെ ഇടമുള്ളൊരു മോനില്ലേ, ആ മകന് ഞാൻ ഒരു അന്വേഷണത്തിന് വന്നതാണ്. ഏതാ പെണ്ണ് എന്ന് ചോദിച്ചു ഇയാള്. അത് നമ്മളെ തൊട്ട പുരക്കില്ലേ ഒരു യഹൂദി, ആ യഹൂദിന്റെ മോളാണ്. യഹൂദിന്റെ മകളെ നിനക്ക് കല്യാണം അന്വേഷിക്കാൻ വന്നതാണ്. ഇയാളിങ്ങോട്ട് ചൂടായി. എന്താണ് മുസ്ലിയാരെ, നിങ്ങൾ വലിയ പണ്ഡിതനായിട്ട് ഇമാമായിട്ട് നിങ്ങൾ യഹൂദിന്റെ മകളെ, എന്റെ മുസ്ലിമായ എന്റെ മകന് നിങ്ങൾ നിക്കാഹ് പറയാണോ? മുസ്ലിമിന് യഹൂദിന്റെ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തിയാണ്. സുബ്ഹാനല്ലാഹ്, അൻത ലാ തുജസ്ബിസു അൻ തകൂന ബിന്തുക തഹത ബിനി യഹൂദിയിൻ. നിന്റെ മകളെ ഒരു യഹൂദിയായ മനുഷ്യന്റെ മകന് കെട്ടിച്ചു കൊടുക്കാൻ നിനക്ക് നിന്റെ മനസ്സനുവദിക്കുന്നില്ല അല്ലേ? വലാ തർദാ ബിഹി, നീ അത് സ്വീകരിക്കുന്നില്ല അല്ലേ? ഫകൈഫ തുജബ്ബിസു അൻ തകൂന ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ യഹൂദിയൻ. നീയല്ലടോ പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ യഹൂദിയാണെന്ന്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനല്ലേ? ഒന്ന് കഴിഞ്ഞു, അത് വഫാത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി. അതല്ലേ അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ 2 പെൺകുട്ടികളെ ഒരു യഹൂദിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറയാൻ നിനക്കെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് ആ പുത്തൻവാദിയുടെ മനസ്സിൽ വരുന്നത്, എന്റെ വാദം അബദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കപ്പെട്ട ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഹൂദി എന്ന് പറഞ്ഞത് വളരെ മോശമാണ്. ഫസാറ സുന്നിയ, ആ പുത്തൻവാദി സുന്നിയാകുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ ആലിമീങ്ങൾ വേണം. അതിന് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പ്രത്യേകം പറയട്ടെ, ഇപ്പോൾ മാർച്ച് മാസം വന്നാൽ അധ്യയന വർഷം കഴിയുകയാണ്, റമദാനും കൂടെ വരികയാണ്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങളുടെ സമീപത്തേക്ക് ഇൽമു പഠിപ്പിക്കാനയക്കൂ.
ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ ദഅവാ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവര് പഠിച്ച് എന്തും അവർക്ക് പഠിക്കാമല്ലോ. അതെ, അവർക്ക് ഇംഗ്ലീഷ് അറിയാം, അവർക്ക് മറ്റ് ഭാഷകൾ അറിയാം, അതെ, പലതും അവർക്കറിയാം, അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ അവർക്ക് ദീനിന്റെ ഇൽമു ലഭിക്കുന്നുണ്ട്. ആ ഇൽമോടുകൂടി അവര് വളരട്ടെ. അങ്ങനെ വന്നാൽ പറയട്ടെ, ആ ആലിമായ മകൻ അവൻ ഖിയാമത്ത് നാൾ വരെ റബ്ബിന്റെ ദീന് നിലനിർത്തുമ്പോൾ, പരമ്പരകൾ ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ വരുമാനമാണ്. ചെറിയ വരുമാനമല്ല. ഈ പാവപ്പെട്ട ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നു, എന്റെ ബാപ്പയും ഉമ്മയും നാദാപുരത്ത് മഖ്ബറയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ എന്റെ ഈ സംസാരം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായി റബ്ബ് തീരുമാനിച്ച് അവൻ കബൂൽ ചെയ്താൽ എന്റെ ബാപ്പ ഉമ്മക്ക് ഇപ്പോൾ ഖബറിൽ അതിന്റെ ഗുണം ലഭിക്കും, ഉമ്മാക്ക് ഗുണം ലഭിക്കും, ഉപ്പാപ്പാക്ക് ലഭിക്കും, ഉമ്മാമാക്ക് ലഭിക്കും. ഞാൻ പറയട്ടെ, കോട്ടൂർ ഉസ്താദ് ദർസ് നടത്തി പൊന്മള ഉസ്താദിനെ പോലുള്ള അലിമീങ്ങളെ വാർത്തെടുത്തപ്പോ അതിന് കോട്ടൂർ ഉസ്താദിന്റെ പിതാവിന് കിട്ടുന്ന വരുമാനം എത്രയാണ്, ഉമ്മാക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്. അതുകൊണ്ട് തന്നെ മക്കളിൽ ഒരാളെങ്കിലും അലിമീങ്ങളാകണമെന്ന ചിന്ത ഓ മുസ്ലിമീങ്ങളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിന് പ്രതിജ്ഞ എടുക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു. ഞാൻ തുടങ്ങി വെച്ച ബിറിയയിലേക്ക് തന്നെ പോകാം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിആയ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ സമർത്ഥിച്ചതിന് ശേഷം അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ വാസിത്തയെ ആക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കും പോലെ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിക്കും പോലെ ഏൽപ്പിക്കുന്നു. പക്ഷേ അത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. സ്വയം കഴിവുണ്ടെന്നും സ്വയം എന്തെങ്കിലും ഉണ്ടെന്നും വിശ്വസിക്കുന്നില്ല. പടച്ചവൻ കഴിവ് കൊടുക്കുന്നതേ ഉള്ളൂ എന്നും വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യുന്നവൻ കാഫിർ അല്ലെന്നാണ് ബാഹ്യം, ലാഹിർ മനസ്സിലാകുന്നത്. അതേ സമയത്ത് അവന് സ്വന്തം കഴിവുണ്ടെന്ന അതിനെ സംബന്ധിച്ച് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലോ അവൻ കാഫിറാണെന്നതിൽ സംശയമില്ല. അല്ലെങ്കിലോ കാഫിർ അല്ലെന്നാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അതിന്റെ ലഫ്ള്, അവൻ പറയുന്ന വാചകങ്ങൾ വളരെ മോശമായ വാചകമാണെങ്കിലും കാഫിറാണെന്ന് പറഞ്ഞുവിടാൻ. അപ്പോ ചില പണ്ഡിതന്മാര് അതിനെ സംബന്ധിച്ച് പറഞ്ഞു, പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ പലരും പറഞ്ഞു. പൊന്മള ഉസ്താദ് പറഞ്ഞു, കോട്ടൂർ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതെന്താണ് കോട്ടൂർ ഉസ്താദ് പറഞ്ഞത്? അത് ഇസ്തിഗാസയെ സംബന്ധിച്ചല്ല, ഇസ്തിഗാസയെ സംബന്ധിച്ചല്ല പറഞ്ഞത്. ഇതെന്താണ്? ഇത് വാസിത്തയാക്കുന്നതിനെ സംബന്ധിച്ചാണ്. വാസിത്തയാക്കാന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? സാഹിര്യങ്ങളായ സിഹ്ർ ചെയ്യുന്ന ചില ആളുകൾ, അവര് ചിലപ്പോ നക്ഷത്രങ്ങളെ, അതുപോലുള്ള സൃഷ്ടികളെ, നക്ഷത്രങ്ങളെ വാസിത്തയാക്കി മധ്യവർത്തിയാക്കി ചിലപ്പോ സൂര്യനെ തന്നെ വിളിച്ചിട്ട് ചിലപ്പോ കാര്യങ്ങൾ പറയും. നക്ഷത്രങ്ങൾ വിളിച്ചു പറയും. അതിന്റെ പുറമെ ആ നക്ഷത്രത്തിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ചില വരക്കലും കുറിക്കലൊക്കെ അതും നടത്തും. ഇതെല്ലാം കൂടി നടത്തിയിട്ട് സിഹ്ർ ചെയ്യുന്ന ആളുകൾ ശൈത്താനെ സഹായത്തിന് കിട്ടാൻ, അതുപോലെ കവാക്കിബിനെ സഹായത്തിന് കിട്ടാൻ വേണ്ടി അവകളെ വാസിത്തയാക്കി ചില പണികൾ ഒപ്പിക്കും. ആ പണികൾ ഒപ്പിക്കുന്നവർ ചിലപ്പോ നീയല്ലാതെ ആരും രക്ഷപ്പെടുത്താനില്ല എന്നൊക്കെ പറഞ്ഞു വരും. ചിലപ്പോ സൂര്യനെ വിളിച്ചിട്ട്, ചിലപ്പോ നക്ഷത്രത്തിനെ വിളിച്ച് പറഞ്ഞു വരും. അയാളെ മനസ്സിൽ അല്ലാഹു തആല മാത്രമാണ് ഇലാഹ് എന്നും അല്ലാഹുവിനല്ലാതെ സ്വന്തമായി കഴിവോ അറിവോ ഒന്നും ഇല്ലെന്നും ഉറച്ചു വിശ്വസിച്ചവരാണെങ്കിൽ അവനെ പറ്റി കാഫിർ എന്ന് അങ്ങനെ പറഞ്ഞൂടാ. പക്ഷേ ആ പണി വളരെ മോശമായ പണിയാണ്, ഒരു നിലക്കും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ പറഞ്ഞത് ഇസ്തിഗാസയെ സംബന്ധിച്ച് ഔലിയാക്കൾ അമ്പിയാക്കളെ വിളിക്കുന്നതിനെ കുറിച്ചല്ല. അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിക്കുക അതിനകത്ത് തവസ്സുൽ തന്നെയാണ് എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു പറഞ്ഞു, ഇമാം ഇബ്നു ഹദർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തവസ്സുൽ തന്നെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ്.
നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്നെ കാക്കണേ എന്ന് പറഞ്ഞാലും, നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ രക്ഷിക്കുന്നവൻ അള്ളാഹ് തന്നെയാണ്. പിന്നെ ഹബീബായ നബി എന്തിനു വിളിച്ചു? അള്ളാഹുവിന്റെ റസൂൽ നിമിത്തമായി അള്ളാഹുവിന്റെ കാവൽ കിട്ടാൻ വേണ്ടി വിളിച്ചു. അള്ളാഹുവിന്റെ റസൂൽ നിമിത്തമായി, അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചതിന്റെ കാരണമായി, അള്ളാഹുവിന്റെ റസൂൽ നിമിത്തമായി. ഇനി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ട് ശഫാഅത്ത് ചെയ്തുകൊണ്ട്, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിമിത്തമായി അള്ളാഹു രക്ഷിക്കാനാണ് പറഞ്ഞത്. അതല്ലാതെ ഒരു മുസ്ലിമും അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവനുണ്ട്, തടയുന്നവനുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് തവസ്സുല് തന്നെയാണ്, ഇസ്തിഗാസയും തവസ്സുല് തന്നെയാണ്. അതിനാൽ അതിനെക്കുറിച്ചല്ല ഇവിടെ ലാഹിർ എന്ന് പറഞ്ഞതും കുഫർ ഇല്ലെന്നാണ് ലാഹിർ എന്ന് പറഞ്ഞതും ഫീല് ഖബീഹാണെന്ന് പറഞ്ഞതും ഇസ്തിഗാസയെ സംബന്ധിച്ചല്ല. അത് പുണ്യകർമ്മമാണെന്നതിൽ ആർക്കും സംശയം ഇല്ല. ഇലം അന്നഹു യജൂസു വയഹ്സനു തവസ്സുലു വൽ ഇസ്തിഗാസതു വത്തശഫഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇമാമുൽ അയിമ്മ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ജഅഫറിൽ മൻസൂർ, ആ ഗവർണർ റൗള ശരീഫിന്റെ സമീപത്ത് നിന്ന് അല്പം ശബ്ദത്തിൽ സംസാരിച്ചപ്പോ മാലിക് ഇമാം ഇടപെട്ടു. പറ്റൂല, ഗവർണർ ഇവിടെ അങ്ങനെ ശബ്ദിക്കാൻ പറ്റൂല, ഇത് ഹബീബായ നബിയുടെ ഹളറത്താണ്. ഹുർമത്തുഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. ഹയാത്തിന് മുമ്പ്, അതെ, വഫാത്തിന് മുമ്പും ശേഷവും വ്യത്യാസമൊന്നുമില്ല. അവിടുത്തെ ബഹുമാനത്തിന് ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, ഓ അബാ അബ്ദില്ലാ മാലിക് ഇമാം തങ്ങളെ, അസ്തഖ്ബിലുൽ ഖിബ്ലത അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കണോ അല്ല റസൂലുള്ളാഹിനെ കൊണ്ട് തിരിഞ്ഞു നിൽക്കണോ? അപ്പൊ പറഞ്ഞു, ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ നബി തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നിന്നോ. വസ്തശ്ഫീ ബിഹി, ആ നബിയോട് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോ. ഞാൻ വെറുതെ എന്റെ വകയിൽ പറയുകയല്ല. ഖാല തആല, അല്ലാഹു പറഞ്ഞതാണ് തെളിവ്. മാലിക് ഇമാം പറയുന്നത് ഞാനല്ല. ഖാല തആല, അല്ലാഹു പറഞ്ഞതാ തെളിവ്. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഇബ്നു തൈമിയെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഇബ്നു തൈമിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ഫിത്നയിൽ അകപ്പെട്ടു പോവുകയും ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്ന പണ്ഡിതനായ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പോലും അതിന്റെ അർത്ഥം വിവരിച്ചില്ലേ? ഹബീബായ നബി തങ്ങളെ സമീപത്ത് ചെല്ലുക, എന്നിട്ട് ഹബീബിനോട് എനിക്ക് തെറ്റ് വന്നു പോയി, അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുക. അതിന്റെ പുറമെ സ്വന്തമായി അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അപ്പൊ അല്ലാഹുവിന്റെ റസൂലും അദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹ് ദോഷം പൊറുക്കുന്നവനായി എത്തിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആയത്ത് തെളിവുദ്ധരിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ നബിതങ്ങളോട് തേടുക എന്നത് ലാഹിർ കുഫറല്ല എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത് കൽപ്പിക്കപ്പെട്ട സംഗതിയാണ്, അത് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ പറഞ്ഞത് ഈ ജഅലുൽ വസായിത്ത് എന്ന് പറഞ്ഞത് അത് ഇസ്തിഗാസയെ കുറിച്ചല്ല, മഹാന്മാരെ വിളിച്ച് സഹായം തേടുന്നതിനെ കുറിച്ചോ തവസ്സുലാക്കുന്നതിനെ കുറിച്ചോ അല്ല എന്ന് കോട്ടൂർ ഉസ്താദ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോ നല്ല ശാഫിയായ മറുപടി, നല്ല റാഹത്തുണ്ടായി. ഞാനിത് പറഞ്ഞു വന്നത് തഹ്ഖീഖുള്ള, കാര്യവിവരമുള്ള, വിഷയത്തെക്കുറിച്ച് നന്നായി അറിയുന്ന പണ്ഡിതന്മാർ അവരാണ് അല്ലാഹു തആല ഈ ലോകത്ത് തന്നിട്ടുള്ള വിളക്കുകൾ. ആ വിളക്കുകൾ അത് കെട്ടുപോകാതെ ഒരുപാട് കാലം നമുക്ക് ലഭിക്കണം. അല്ലാഹു തആല ഉസ്താദ് അവർക്കും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീനിന്റെ ഖിദ്മത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും ഏറ്റിത്തരുമാറാകട്ടെ. ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്. അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചു. അതിൽ പറയുന്നത്
സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി.എം. വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും സി.എം. വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചെവടക്കടിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സി.എം. വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് ബാഹ്യമായ ഭരണമാണ്. ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം, അത് നിഷേധിക്കണ്ട. പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവാഇദുൽ അഖായിദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ്. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. മഹാനവറുകളും അതേപോലെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന സൂഫിയാക്കളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത്, ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയില്ല. മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എല്ലാ ദിവസവും ഓതുന്നത് മഗ്രിബിന്റെയും ഉറങ്ങുന്നതിന്റെയും മുമ്പായിട്ട്. എൻ്റെ തുടക്കം തന്നെ അതാ, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ഇതുറച്ച് വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ച് മുസ്ലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഫിത്നക്കാരുണ്ട്. അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ആ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതേപോലെ ഞാൻ പറഞ്ഞ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, തഫ്താസാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം ഇമാമിങ്ങൾ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നവരാണ്. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും ആ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളും പഠിപ്പിച്ചതുപോലെ ആശയം പഠിപ്പിച്ച മഹാനാണ്. അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ ഫസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിലാഫത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നാല് ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിക്കുന്ന കാലത്ത് മഹാന്മാരായ സഹാബികൾ യോജിച്ചുകൊണ്ട് പഠിപ്പിച്ച ആശയം അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ആ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. അല്ലാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത്? അത് എല്ലാ വിഷയവും, ഒരു പൊന്നിന്റെ മോതിരം മാത്രമല്ല, എല്ലാ വിഷയത്തിലും. അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ്, അവൻ മുസ്ലിം അല്ല. സുബഹി നിസ്കാരം എന്താണ്? 2 റക്അത്ത്.
ദുഹർ എന്താണ് 4 റക്അത്ത്? സുബഹിക്കല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത, ദുഹർക്കല്ലേ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച്, അപ്പോഴല്ലേ കുറച്ച് റക്അത്ത് കുറക്കേണ്ടത്? സാധാരണ ദിവസം രാത്രി എന്താണ് ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, പകല് മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ 20 റക്അത്ത്? ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല, അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ. ആ റബ്ബിന്റെ കൽപ്പനകൾ എന്താണ്, ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അല്ലാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ്, ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം അല്ലാഹു പഠിപ്പിച്ചതാണ്. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുഅ്മിനാകുന്നത്, മുസ്ലിമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിഖാണ്, അല്ലെങ്കിൽ അവിശ്വാസിയാണ്, അവൻ മുസ്ലിം അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വളരെ വ്യക്തമായ പിഴച്ചുപോയി. ആര്? അല്ലാഹുവിനും റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം എതിര് ചെയ്തിട്ടുള്ളവർ. അതിനു മുമ്പ് അല്ലാഹു പറഞ്ഞു, ഒരു മുഅ്മിനായ പുരുഷനും ഒരു മുഅ്മിനായ സ്ത്രീക്കും പറ്റുകയില്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വകയിൽ അവർക്കൊരു ചോയ്സ് പിന്നെ ഇല്ല. അല്ലാഹു പറഞ്ഞത് എന്താണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അത് ചെയ്തോളണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു. എൻ്റെ കയ്യിൽ ഒരു ചെറിയ മോതിരം ഉണ്ട്, വെള്ളിയുടെ ഒരു മോതിരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുവിരലിന് വെള്ളിയുടെ ഒരു മോതിരം ധരിച്ചിരുന്നു. അതുകൊണ്ട് അത് സുന്നത്താണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. ചെറുവിരലിലാണ് ധരിച്ചത്, അതുകൊണ്ട് ചെറുവിരലിലാണ് സുന്നത്ത്. വേറെ വിരലുകൾക്ക് ധരിച്ചാലോ ചില ഇമാമിങ്ങൾ പറഞ്ഞു ഹറാമാണ്, വേറെ ചിലർ പറഞ്ഞു കറാഹത്താണ്. ഏതായാലും പാടില്ലാത്തതാണ്. ചെറുവിരലിനാണ് മോതിരം ധരിക്കേണ്ടത്. അത് വെള്ളിയുടേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്. അതുകൊണ്ട് ചെമ്പിൻ്റെയോ മുക്കിൻ്റെയോ മറ്റ് പിത്തളയുടെയോ ഒക്കെ ധരിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് നല്ലതല്ല. എന്നാൽ പൊന്നിൻ്റേത് ധരിച്ചാലോ ഇമാമിങ്ങൾ പറഞ്ഞു അത് ഹറാമാണ്. ഇത് എനിക്ക് അല്ലാഹു തആല തന്ന നിയമമാണ്, പുരുഷന്മാർക്ക് അല്ലാഹു തന്ന നിയമമാണ്. ഒരു കയ്യിൽ പൊന്നും മറ്റേ കയ്യിൽ പട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, ഇത് രണ്ടും എൻ്റെ സമുദായത്തിലുള്ള പുരുഷന്മാർക്ക് ഹറാമാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല, സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. ഒരു പുരുഷൻ സ്വർണ്ണാഭരണം ധരിച്ചാൽ ഹറാം. അതിന് തൂക്കം ഉണ്ടെങ്കിൽ, അഥവാ അതിന് സകാത്തിന്റെ നിസാബ് കണക്ക് ഉണ്ടെങ്കിൽ അതിന് സകാത്ത് കൊടുക്കണം. അതേ സമയത്ത് എൻ്റെ ഭാര്യ സ്വർണത്തിൻ്റെ മോതിരം മാത്രമല്ല, വള മാത്രമല്ല, പാദസരം മാത്രമല്ല, മാല മാത്രമല്ല,
കാതിലത് മാത്രമല്ല, അങ്ങനെ ഏകദേശ സ്ഥലത്തും പൊന്നിടുകയാണ്. എൻ്റെ ഭാര്യ എന്നല്ല, നിങ്ങളെ ഭാര്യ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞ എല്ലാം ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണ്ടാണ്. ഞാൻ പിന്നോട്ട് നോക്കാറുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സ്ത്രീകൾക്ക് സ്വർണം ധാരാളമായി ധരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്ത്രീകൾ ധരിക്കുന്ന ആഭരണത്തിന് സകാത്തും കൊടുക്കേണ്ടതില്ല, ജദീദായ അഭിപ്രായ പ്രകാരം. അതാണ് പ്രബലം. ധരിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി 1-2 ദിവസം ധരിച്ച് പിന്നെ അതുകൊണ്ട് ലോക്കറിൽ വെച്ച് പിന്നെ ഇപ്പം കല്യാണത്തിന് പോകുമ്പോൾ എടുത്ത് ധരിക്കും. അതും ധരിക്കുന്നത് തന്നെയാണ്, അത് സൂക്ഷിക്കാനുള്ളതല്ല. നേരെ മറിച്ച് നല്ല ആഭരണം വാങ്ങിയിട്ട് പൊന്ന് സൂക്ഷിക്കണമെന്ന് വിചാരിച്ച് സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ആഭരണം ആയി എന്നുള്ളത് കൊണ്ട് സക്കാത്ത് ഇല്ലാതിരിക്കൂല. സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങി സൂക്ഷിച്ചതാണ്, അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു നിയമം, പുരുഷന്മാർക്ക് വേറെ ഒരു നിയമം. സ്വർണം ധരിക്കുന്നതിൽ, വെള്ളി ധരിക്കുന്നതിലും അങ്ങനെ തന്നെയാണ്. വെള്ളി പുരുഷന്മാർ ഈ ഒരൊറ്റ മോതിരല്ലാതെ പിന്നെ ധരിക്കാൻ പാടില്ല. അത് പുരുഷന്മാർക്കും തെറ്റാണ്. ചിലർ കുറേ മോതിരം ധരിച്ചാൽ ഔലിയാവെന്ന് വിചാരിക്കുന്നവരുണ്ട്. വിവരക്കേടാണ്. അത് ഈ വ്യാജ തരീഖത്തുകാരൊക്കെ പലരും പറ്റിക്കുന്നതാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. അത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നിയമം. അത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മൂമിനാകുന്നത്, മുസ്ലിമാകുന്നത്. അത് തള്ളാൻ പാടില്ല. അവിടെ ഒരാൾ ചോദിക്കുകയാണ്, എന്താ ആണുങ്ങൾക്ക് എന്താ പൊന്ന് ധരിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഏത് പറ്റൂ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം പൊന്നിനെ സൃഷ്ടിച്ചവൻ പടച്ചവനാണ്. സ്വർണം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. സ്വർണം അള്ളാഹുവിൻ്റെതാണ്. തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളാൻ പറഞ്ഞ പടച്ചവൻ്റെതാണ് സ്വർണം. നമ്മളതിന് സ്വർണം ഉണ്ടാക്കിയിട്ടില്ല. സ്വർണം ഉണ്ടാക്കിയത് അള്ളയാണ്, പഠിച്ചത് അള്ളയാണ്. വെള്ളി പഠിച്ചതും അള്ളാഹുവാണ്. എല്ലാം പഠിച്ചവൻ അള്ളാഹുവാണ്. ഖാലിഖു കുല്ലി ശൈ. ആ പടച്ചവന്റെ വസ്തുക്കൾ ആര്, എത്ര, എങ്ങനെ, എപ്പോൾ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള അധികാരം ഉടമസ്ഥനായ അള്ളാഹുവിനാണ്. എന്നാൽ ആണും പെണ്ണും അതാരും ആരെയും ബാപ്പയും ഉമ്മയും സൃഷ്ടിച്ചതല്ല. ബാപ്പാക്കും ഉമ്മാക്കും മക്കളെ സൃഷ്ടിക്കാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകളുണ്ട് ഉസ്താദേ മക്കളില്ല എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറയുന്നവർ. അവർക്കങ്ങ് ഉണ്ടാക്കിയാൽ പോരെ, ഉണ്ടാക്കാൻ കഴിയൂല. അത് അള്ളാഹു തന്നെ സൃഷ്ടിക്കണം. അവർക്ക് വിവാഹം കഴിക്കുക എന്ന നിമിത്തവുമായി ബന്ധപ്പെടാൻ കഴിയും. ശേഷം അവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയും. അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്, അത് നിമിത്തമാണ്. ഒരു മകനെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് തീരെ മക്കളില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺകുട്ടികളില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പെൺകുട്ടികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചു. പക്ഷേ എല്ലാ ആൺകുട്ടികളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി. ഇവരെക്കാൾ വലിയ ആരെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഒരിക്കലുമില്ല. അവർക്ക് തന്നെയും സ്വന്തത്തിൽ അധികാരമില്ല. സൃഷ്ടാവായ അല്ലാഹു നൽകുന്നത് ലഭിക്കും എന്നല്ലാതെ ആർക്കും സ്വന്തത്തിൽ ഒരു അധികാരവും ഇല്ല. ഇതാണ് സുന്നികളുടെ വിശ്വാസം. ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്. അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചത്. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി അല്ല, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഷെയ്ഖുനയാണ്.
എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി.എം. വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും സി.എം. വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചെവടക്കടിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സി.എം. വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് ബാഹ്യമായ ഭരണമാണ്. ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം, അത് നിഷേധിക്കണ്ട. പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവാഇദുൽ അഖായിദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ്. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. മഹാനവറുകളും അതേപോലെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന സൂഫിയാക്കളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാതെ, അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത്, ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയില്ല. മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് അല്ലാഹ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എല്ലാ ദിവസവും ഓതുന്നത് മഗ്രിബിന്റെയും ഉറങ്ങുന്നതിന്റെയും മുമ്പായിട്ട്. എൻ്റെ തുടക്കം തന്നെ അതാ, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ഇതുറച്ച് വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ച് മുസ്ലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഫിത്നക്കാരുണ്ട്. അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ആ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതേപോലെ ഞാൻ പറഞ്ഞ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, തഫ്താസാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം ഇമാമിങ്ങൾ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നവരാണ്. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും ആ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചതുപോലെ ആശയം പഠിപ്പിച്ച മഹാനാണ്. അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ ഫസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിലാഫത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നാല് ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിക്കുന്ന കാലത്ത് മഹാന്മാരായ സഹാബികൾ യോജിച്ചുകൊണ്ട് പഠിപ്പിച്ച ആശയം അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ആ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. അല്ലാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത്? അത് എല്ലാ വിഷയവും, ഒരു പൊന്നിൻ്റെ മോതിരം മാത്രമല്ല, എല്ലാ വിഷയത്തിലും. അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ്, അവൻ മുസ്ലിം അല്ല. സുബഹി നിസ്കാരം എന്താണ് 2 റകഅത്ത്? ദുഹർ എന്താണ് 4 റകഅത്ത്? സുബഹിക്കല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത? ദുഹർക്കല്ലേ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച്?
അപ്പോഴല്ലേ കുറച്ച് റക്അത്ത് കുറക്കേണ്ടത്. സാധാരണ ദിവസം രാത്രി എന്താണ് ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, പകല് മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ 20 റക്അത്ത്. ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല, അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ. ആ റബ്ബിന്റെ കൽപ്പനകൾ എന്താണ്, ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അല്ലാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം അല്ലാഹു പഠിപ്പിച്ചതാണ്. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുഅ്മിനാകുന്നത്, മുസ്ലിമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിഖാണ്, അല്ലെങ്കിൽ അവിശ്വാസിയാണ്, അവൻ മുസ്ലിം അല്ല. അല്ലാഹുവിന്റെ പ്രസിദ്ധരായ ഔലിയാക്കൾ അവരെ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ നബി തങ്ങളോട്, ഓ നബിയെ, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അപ്പോൾ അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ഈ വീടുകളിൽ കിടക്കുന്നവരെ എന്ന് ഖബറിലുള്ളവരെ വിളിച്ച് സലാം പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി സ്ത്രീകൾക്കും ഖബർ സിയാറത്ത് സുന്നത്തുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസുണ്ട്, ലഅനല്ലാഹു സുഫാറാത്തിൽ ഖുബൂർ, ഖബറുകൾ അധികമായി സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. അങ്ങനെയും ഒരു ഹദീസുണ്ട്. അപ്പോൾ ഇമാമിങ്ങൾ ആ ഹദീസുകളൊക്കെ പഠനവിധേയമാക്കി. എന്നിട്ട് ഇമാമിങ്ങൾ പറഞ്ഞു, സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല. ബാപ്പ ഉമ്മ, സാധാരണക്കാരായ ബാപ്പ ഉമ്മ, അവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല. ഒന്നുകിൽ കറാഹത്ത്, ചിലർ ഹറാം എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് എല്ലാവർക്കും സിയാറത്ത് ചെയ്യൽ വലിയ പുണ്യമാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.